കാന്തല്ലൂർ പെരുമലക്കുടി ഭാഗത്തു നിന്ന് അപൂർവ ഇനം ഇരപിടിയൻ സസ്യമായ ഡ്രോസറയെ കണ്ടെത്തി. പഠനയാത്രയുടെ ഭാഗമായി മന്നവൻചോലയിലെത്തിയ കുറവലങ്ങാട് ദേവമാതാ കോളേജ് ബോട്ടണി വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ഡ്രോസറയുടെ സാന്നിധ്യമുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. ഡ്രോസറസി സസ്യകുടുംബത്തിൽപ്പെടുന്ന കീടഭോജി സസ്യമാണ് ഡ്രോസറ. ഡ്രോസറസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ സസ്യനാമം നിഷ്പന്നമായിട്ടുള്ളത്. ഡ്രോസറയുടെ ഇലയിൽ ഗ്രന്ഥികളായി രൂപാന്തരപ്പെട്ടിരിക്കുന്ന രോമങ്ങളാണ് കീടങ്ങളെ കെണിയിൽപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ദ്രാവകം സ്രവിപ്പിക്കുന്നത്. ഈ സ്രവത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഇത് തുഷാര ബിന്ദുക്കൾ എന്ന പോലെ വെട്ടിത്തിളങ്ങുന്നു. അതിനാൽ സൂര്യതുഷാരം അഥവാ സൺഡ്യൂസ്, ഡ്യൂപ്ലാനസ് എന്നീ പേരുകളിലും ഡ്രോസറ അറിയപ്പെടുന്നുണ്ട്. ഡ്രോസറയ്ക്ക് 90ഓളം സ്പീഷീസുകൾ ഉണ്ട്. ഇന്ത്യയിൽ അതിന് 3 ഇനങ്ങളാണ് ഉള്ളത്. ഈ ദുർബല സസ്യത്തിന്റെ കാണ്ഡം വളരെ ചെറുതാണ്. ഇലകൾ പുഷ്പാകാരികമായി ക്രമീകരിച്ചിരിക്കുന്നു. രൂപാന്തരം സംഭവിച്ച ഇലകളാണ് പ്രാണികളെ പിടിക്കാൻ സഹായിക്കുന്നത്. പത്രതലം നീളം കൂടിയതോ വൃത്താകൃതിയിലുള്ളതോ ആയിരിക്കും. പത്രതലത്തിന്റെ അഗ്രം ഉരുണ്ടു തടിച്ച സ്പർശകങ്ങൾ പശ പോലെയുള്ള ദ്രാവകം സ്രവിപ്പിക്കുന്നു. സ്പർശകങ്ങളുടെ അഗ്രത്തിൽ മഞ്ഞുതുള്ളി പോലെ കാണുന്ന ഈ സ്രവത്തെ തേൻതുള്ളിയാണെന്ന് തെറ്റിദ്ധരിച്ച് പറന്നെത്തുന്ന പ്രാണികൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നു. സൂക്ഷ്മാഗ്രഹങ്ങളായ സ്പർശകങ്ങൾ വളരെ വേഗത്തിൽ അകത്തേക്ക് വളയുന്നതിനാൽ പ്രാണി പത്രതലത്തിലെത്തുന്നു. സ്പർശകങ്ങളുടെ ഇത്തരത്തിലുള്ള വളയൽ അതിനടുത്തുള്ള മറ്റു സ്പർശകങ്ങളെ കൂടി വളയാൻ പ്രേരിപ്പിക്കുന്നു. അതിനാൽ മറ്റു സ്പർശകങ്ങളുടെ അഗ്രഭാഗവും പ്രാണിയെ പൊതിയുന്നു. വളരെയധികം സ്പർശകങ്ങളുടെ അഗ്രങ്ങൾ ഇത്തരത്തിൽ ഇരയെ പൊതിഞ്ഞു ബന്ധിക്കുന്നു. ചില അവസരങ്ങളിൽ ഇല തന്നെ വളഞ്ഞ് കപ്പിന്റെ ആകൃതിയിലായി തീരാറുണ്ട്. ഇരയെ പൊതിയുന്ന സ്പർശകങ്ങളുടെ അഗ്രഭാഗത്തു നിന്നും സ്രവിക്കുന്ന ദ്രാവകത്തിലെ പെപ്സിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇരയുടെ ശരീരത്തിലുള്ള നൈട്രോജനസ് സംയുക്തങ്ങളെ മുഴുവൻ ലായനി രൂപത്തിലാക്കുന്നു. ഈ ലായനിയെ ഇലയിലുള്ള കലകൾ ആഗിരണം ചെയ്യുന്നു. ലായനി വലിച്ചെടുത്ത് കഴിയുമ്പോൾ സ്പർശകങ്ങൾ വീണ്ടും പൂർവാവസ്ഥയിലെത്തുകയും പശയുള്ള ദ്രാവകം സ്രവിക്കുകയും ചെയ്യുന്നു. കാറ്റ് വീശുന്നതോടെ ദഹിക്കാതെ അവശേഷിക്കുന്ന പ്രാണിയുടെ ഭാഗങ്ങൾ ഇലയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. വർഷപാതമുള്ള കാലാവസ്ഥയിൽ കാണപ്പെടുന്ന സസ്യത്തിന്റെ ഔഷധഗുണം ഇവിടെയുള്ള ആദിവാസികൾ മുൻപേ തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കൊസവട്ടിപ്പൂവ്, അകരപ്പൂട എന്നീ പേരുകളിലാണ് ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നത്. ആസ്മ, അൾസർ എന്നീ രോഗങ്ങൾക്കാണ് ഇവിടുത്തുകാർ ഇത് ഉപയോഗിച്ചു വരുന്നത്. മാലിന്യങ്ങൾ നിറഞ്ഞു വരുന്ന ഭൂമിയിൽ ഡ്രോസറ സസ്യത്തിന് സുപ്രധാന പരിസ്ഥിതി പ്രാധാന്യമാണ് ഉള്ളത്.